ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊന്ന് സിമ്പിളായിട്ടൊരു ഈസി പീസി പ്രോൺസ് ബിരിയാണി മേക്ക് ചെയ്താലോ? അപ്പോൾ വായോ നമുക്ക് നോക്കാം. വെൽക്കംസ് ടു സിനൂസ് കുക്കിംഗ് മന്ത്രാസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോൺസ് ബിരിയാണിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 kg വലിയ കൊഞ്ച് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. 2 cups ഓഫ് ബാസ്മതി റൈസ് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. കുക്കർ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 3 to 4 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 വലിയ പച്ചമുളകും ഒരു വലിയ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്കതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു നിറം മാറുന്നവരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. നന്നായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നപ്പോഴേക്കും നമുക്കൊരു വലിയൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് അത് വയണ്ട് കുഴഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാൻ തുടങ്ങാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലിപ്പൊടി. ഇത് എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 to 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം, കൂടുതൽ ആഡ് ചെയ്യാം. വേണ്ടാത്തവർക്ക് കുറച്ചെടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മസാല പച്ചമണമെല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. നല്ല മണമായിരിക്കും മസാല എല്ലാം പിടിച്ച് വരുന്നത്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊഞ്ച് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഇത് മസാലസായിട്ടൊക്കെ ഒന്ന് മിക്സായി നന്നായിട്ട് വരുന്നവരെ ഇതിനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒരു 3 to 5 മിനിറ്റ്സ് അതൊന്ന് മസാലസായിട്ടൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ 1 കപ്പ് വാട്ടർ, ചെറിയ ഗ്ലാസ് ആ രീതിയിൽ നമുക്ക് 1 കപ്പിൽ വാട്ടർ എടുത്ത് നമുക്ക് അടുത്ത് വെച്ചേക്കാം. ഇതിന് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതൊന്ന് വെന്ത് വരാനായിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിന് നമുക്കിനി ഒന്ന് പറ്റിച്ചെടുക്കണം. എന്നുവെച്ചാൽ നല്ല ഗ്രേവി കുറഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് ഒരു 6 to 7 മിനിറ്റ്സ് കഴിയുമ്പോഴേക്ക് ഇതേപോലെ നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ. കുറച്ചുകൂടി ഒന്ന് ഇതിൻ്റെ ഗ്രേവി ഒന്ന് പിടിക്കട്ടെ. ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളിനി നമ്മുടെ നമ്മുടെ ബാസ്മതി റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിനാണ് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് 2 കപ്പ് അരിക്കായിട്ട്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം ഇത് കുതിരാനിടുമ്പം അളന്നെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പമായിരിക്കും വെള്ളം അളന്നെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. ചിലർക്ക് പുതിനയില ഇടുന്നത് ഇഷ്ടമായിരിക്കും. മല്ലിയിലയും പുതിനയിലയും നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. അതിലേക്ക്
ഒരു 1.5 ടീസ്പൂൺ നെയ്യ്, നിങ്ങളുടെ ഇഷ്ടമുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് വെള്ളം നല്ല തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ബാസ്മതി റൈസ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം അരി ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ കുക്കറിൽ അളന്ന് വെച്ചേക്കുന്ന വെള്ളത്തിൽ വ്യത്യാസം വരും. ഇത് നന്നായിട്ടൊന്ന് ഇളകി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പിൻ്റെ അളവുകൾ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ അരികൾ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്കൊരു 1/2 ലെമൺ ഇതിൽ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ആൻഡ് അതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മണമായിരിക്കും. പ്രത്യേകിച്ച് കൊഞ്ച് ബിരിയാണി വെക്കുമ്പോൾ വല്ലാതൊരു മണം നമുക്കെടുക്കും. എല്ലാവരും കൊതിപ്പിക്കുന്നൊരു മണം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിസിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. ഒരൊറ്റ വിസിൽ. ആ ഒരു ഫുൾ വിസിൽ കേട്ടതിന് ശേഷം കുക്കർ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. ആ 10 മിനിറ്റാണ് കുക്കറിൻ്റെ അകത്ത് ഇത് നല്ല സെറ്റായി വരും. ഈ ആദ്യത്തെ ഫിസിൽ വരുമ്പോൾ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ളൊരു 10 വീട്ടുകാരറിയും മണം. അത്ര നല്ല മണമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്ത് അടുത്ത് നിൽക്കാം. ഒരു മീഡിയം ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യത്തെ ഫിസിൽ വരും. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യത്തെ ഫിസിൽ വരും. നമുക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിൽക്കാം. ഇപ്പോൾ നമ്മുടെ ഫിസിൽ വന്നിട്ടുണ്ട്. ഈ ഫുൾ ഫിസിൽ എയർ വെളിയിൽ പോയതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു മണമാണെന്ന് നോക്കി. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി. അരികളൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതൊന്ന് ആവി പോയി കഴിയുമ്പം ഇതിൻ്റെ ആ ഒരു കറക്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. നോക്കി, എല്ലാം നന്നായിട്ട് വേദന കിടപ്പുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. നമുക്ക് നല്ല ചൂടോടെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നമുക്ക് ഇത് നല്ല ചൂടായിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എപ്പോഴും ചൂടോടെ കഴിക്കുന്നതായിരിക്കും വളരെ സ്വാദായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ്സ് നമുക്ക് കൊടുക്കാം. സാലഡും പപ്പടവും അച്ചാറും പൈനാപ്പിളും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ ഞാനിന്ന് ഒരു കുഞ്ഞു പീസ് പൈനാപ്പിളും അച്ചാറും ഒരു പപ്പടവുമാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? താങ്ക് യു.